ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വരായ മഹേശ്വരായ ഭർവദേവി. നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. 2026 വളരെ സൗഭാഗ്യങ്ങളുടെ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2026 കടബാധ്യത ഒഴിയുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. ഋണം അഥവാ കടം, അതിൻ്റെ ബാധ്യത വന്നു ചേർന്നാൽ മനസമാധാനം എന്നുള്ളത് ഇല്ലാതാവുകയാണ്. എങ്ങനെയെങ്കിലും അത് അടച്ചു തീർക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന തുടങ്ങിയവയൊക്കെയാണ് ബാധ്യത വരുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ചില ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ കടബാധ്യത നീങ്ങുന്നതിനായിട്ട് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം അനുഗ്രഹമാകുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 2026 വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ സ്ഥാനമാറ്റം നടത്തുന്നുണ്ട്. ആ സ്ഥാനമാറ്റം വഴി വളരെ ആശ്വാസകരമാകുന്ന ചില നക്ഷത്രങ്ങൾ, ചില രാശികളുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം ജൂൺ മാസത്തിൽ കർക്കിടക രാശിയിലേക്ക് സ്ഥാനം മാറുന്നുണ്ട്. അത് പലർക്കും വളരെയധികം ആശ്വാസമാവുകയാണ്. വ്യാഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ധനകാരകനാണ്, ധനം നൽകുന്ന ഗ്രഹമാണ്. തീർച്ചയായും വ്യാഴ മന്ത്രങ്ങളും അതുപോലെ തന്നെ മഹാവിഷ്ണു ദേവൻ്റെ സഹസ്രനാമവുമൊക്കെ ചൊല്ലുന്നവർക്ക് തീർച്ചയായിട്ടും സമ്പത്തിൻ്റേതായ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. വ്യാഴൻ്റെ അധിദേവനാണ് മഹാവിഷ്ണു ദേവൻ. തീർച്ചയായിട്ടും മഹാവിഷ്ണു ദേവൻ്റേതായിരിക്കുന്ന സഹസ്രനാമങ്ങളും അതുപോലെ വ്യാഴമന്ത്രങ്ങളുമൊക്കെ ജപിക്കുന്ന ആളുകൾക്ക് ധനത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല. ഇവിടെ ജൂൺ മാസത്തിൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന തരത്തിലേക്ക് വന്നു ചേരുകയാണ്. ബാധ്യതകളൊക്കെ ഒഴിഞ്ഞ്, അതായത് കടബാധ്യതകൾ, സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ മുഴുവൻ ഒഴിഞ്ഞ് വളരെയധികം ആഹ്ലാദത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു ജീവിത പശ്ചാത്തലം ഇവിടെ ഒരുങ്ങുകയാണ്. തീർച്ചയായും നവഗ്രഹങ്ങളിൽ സമ്പത്തിൻ്റേതായിരിക്കുന്ന ദേവൻ അല്ലെങ്കിൽ സമ്പത്തിൻ്റേതായിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. ആ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് ചില രാശിക്കാർക്ക് അല്ലെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ബാധ്യതകൾ അകലുന്ന, എന്ത് ബാധ്യതകൾ, കടബാധ്യതകൾ അകലുന്നതിനായിട്ടുള്ള മാർഗമായി മാറുന്നത്. ജ്യോതിഷപ്രകാരം 2026 കടബാധ്യത പൂർണ്ണമായും ഒഴിയാൻ കഴിയുന്ന രാശിക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ ആ രാശിയിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആദ്യത്തേത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം, അതായത് മേടക്കൂർ എന്ന് നമ്മൾ പറയും. മേടം രാശിക്കാർക്ക് തീർച്ചയായിട്ടും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ ആരംഭിക്കുന്നതിനും അത് കാരണമാകുമെന്നുള്ളതാണ്. കഠിനാധ്വാനത്തിന് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ലഭിക്കുന്ന വർഷമാണിത്.
ഈ രാശിക്കാരെ സംബന്ധിച്ച് ബിസിനസ്സുകളിൽ നിന്ന് വൻ ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ബിസിനസ് ഒരു വലിയ നേട്ടമാകും. ഷെയർ മാർക്കറ്റുകളിൽ നിന്നും വളരെ അനുകൂലമായിരിക്കുന്ന സ്ഥിതിഗതികളുണ്ടാകും. അതുപോലെ തന്നെ വസ്തുക്കച്ചവടം തുടങ്ങിയവയിലൂടെയൊക്കെ ധാരാളം ധനം സമ്പാദിക്കുവാൻ കഴിയും. തുടങ്ങി എവിടെയൊക്കെയാണോ ധനവ്യവസ്ഥകൾ മുടങ്ങിക്കിടക്കുന്നത് അവയെല്ലാം തന്നെ ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും. 2026 എന്ന് പറയുന്നത് തീർച്ചയായും ഈ രാശിയെ സംബന്ധിച്ച് ആ രാശി നക്ഷത്ര ജാതർക്ക് വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു വർഷമാക്കി മാറ്റുവാൻ കഴിയുന്ന തരത്തിലേക്ക് സമ്പത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. അത്രത്തോളം അനുഗ്രഹിക്കുകയാണ് വ്യാഴം ഈ രാശിയെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുകൂലവും അനുഗുണവുമായിരിക്കുന്ന ഒരു വർഷമായിട്ട് 2026 മാറുക തന്നെ ചെയ്യും. ബിസിനസ്സൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ബ്രാഞ്ചുകൾ തന്നെ പലയിടങ്ങളിലായിട്ട് ഈ വർഷം ഇടാൻ കഴിയും. അതുപോലെ നേരത്തെ നമ്മളൊരു ബിസിനസ് ആരംഭിച്ചിട്ട് പൊതുവിൽ അത് വളരെയധികം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇനി നിർത്തിയേക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും 2026 ആ ബിസിനസ് കൈവശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തേണ്ടി വരികയില്ല. ലാഭത്തിൻ്റെ ഒരു വലിയ വ്യവസ്ഥിതി തന്നെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയും. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വർഷമായിരിക്കും മേടക്കൂറുകാർക്ക്. അതുപോലെ തന്നെ മേടക്കൂറുകാർ വിചാരിച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകാൻ കഴിയും. തീർച്ചയായിട്ടും വലിയ ബിസിനസ് മേഖലകളിലൊക്കെ ചെന്ന് ബന്ധപ്പെടാൻ കഴിയും. അതിലൂടെ തന്നെ ധാരാളം പണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ കഴിയും. അങ്ങനെ കടബാധ്യതകൾ ഒഴിഞ്ഞ് ശാന്തവും സുന്ദരവുമായൊരു ജീവിത പശ്ചാത്തലത്തിലേക്ക് മാറുവാൻ ഈ രാശിക്കാർക്ക് കഴിയും. അടുത്തതായി ഇടവക്കൂറിലെ രോഹിണി, മകയിരം ആദ്യ പകുതി ഈ നക്ഷത്രങ്ങൾക്കാണ് കടബാധ്യത ഒഴിയാനുള്ള ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. ഇടവം രാശിക്കാർക്ക് 2026 വളരെ മികച്ച വർഷമാണ്. കാരണം മഹാലക്ഷ്മി രാജയോഗത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ഈ രാശിക്കാർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനത്താൽ, മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ സ്വാധീനത്താൽ വളരെ വലിയ സാമ്പത്തികമായ ഉയർച്ചയാണ് ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. 2026 തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ട് നക്ഷത്ര ജാതർക്ക്. ഇടവക്കൂറിലെ ഈ രണ്ട് നക്ഷത്ര ജാതർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുബേര രാജാവിൻ്റെ തഴുകൽ അഥവാ തലോടലേറ്റവർ തന്നെയാണ്. മഹാലക്ഷ്മി ദേവിയിൽ നിന്ന് ധനമേറ്റുവാങ്ങി നമ്മളുടെ കയ്യിലേക്ക് അനുഗ്രഹപൂർണ്ണമായി എത്തിക്കുന്നതാണ് കുബേരൻ എന്ന് പറയുന്ന വലിയ ഈശ്വരീയൻ എന്ന് പറയുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിന്നും പണം ഏറ്റുവാങ്ങി നമുക്ക് തരുകയാണ് കുബേരൻ ചെയ്യുന്നത്. അതുകൊണ്ട് കുബേരൻ്റെ തലോടലേൽക്കുക എന്ന് പറയുന്നത് വളരെ അനുകൂലമായിരിക്കുന്ന സമ്പത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും കടമെല്ലാം മാറി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ രാശിക്കാർക്ക് വന്നു ചേരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുക തന്നെയാണ് 2026 ചെയ്യുന്നത്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂറാണ് അടുത്തത്. ഒക്ടോബർ മാസത്തിനു ശേഷം വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ തുടക്കം എന്ന വണ്ണം ജനുവരി മാസം മുതൽ തന്നെ ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സ്ഥിതിവിശേഷം സമ്പത്തിൻ്റെ കാര്യത്തിൽ വന്നു ചേരും. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ യുവതീ-യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ ജോലി ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥിതിയുണ്ടാകും. ഈ ജോലി സാധ്യതകളിലൂടെ വരുന്ന തുക കൊണ്ട് കടം തീർക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടബാധ്യത 2026 തന്നെ പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒക്ടോബർ മാസം മുതൽ വളരെ വളരെ അനുകൂലമായിരിക്കുന്ന സ്ഥിതിവിശേഷം വന്നു ചേരും സമ്പത്തിൻ്റെ കാര്യത്തിൽ ചിങ്ങം രാശിക്കാർക്ക്. വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾക്ക് ഒരു പരിഹാരം തന്നെയാണ് 2026 ചിങ്ങം രാശിക്കാർക്ക്. കുബേര രാജാവിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തരത്തിൽ അനുഭവിക്കുവാൻ വിധി വന്നു ചേർന്നിരിക്കുന്ന രാശിയാണ് ചിങ്ങം രാശി എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിലെ അടിമുടി മാറ്റമാണ് ചിങ്ങം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി നക്ഷത്രങ്ങൾ ചേരുന്ന കന്നിരാശിയാണ്. കന്നിരാശിക്ക് 4 രാജയോഗങ്ങളുടെ ഫലമാണ് വന്നു ചേരാൻ പോകുന്നത്. വരുമാനം വർദ്ധിക്കുക മാത്രമല്ല, അപ്രതീക്ഷിതമായി ധനം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതും ഉറപ്പിച്ചുകൊള്ളുക. തീർച്ചയായും 2026 നിങ്ങൾക്ക് വളരെ വളരെ അനുഭവയോഗ്യമായിരിക്കുന്ന ഒരു വർഷമാണ്.
സമ്പത്തിൻ്റേതായിരിക്കുന്ന കാര്യത്തിൽ ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അനുഭവവേദ്യമാകുന്ന സമ്പത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ കാലമാണ് 2026. 4 രാജയോഗങ്ങളാണ് കന്നി കൂറുകാരെ അനുഗ്രഹിച്ച് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ 4 രാജയോഗങ്ങൾ എന്ന് പറയുന്നത് വെറുതെ പറയുന്ന കാര്യമല്ല. കൃത്യമായ തരത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വളരെ വളരെ സമ്പുഷ്ടമായിരിക്കുന്ന യോഗങ്ങളാണ്. ഈ യോഗം ഈ കന്നിരാശിക്കാർക്ക് വളരെ വളരെ വലിയ അനുഭവങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. കടബാധ്യത മാറും എന്ന് മാത്രമല്ല, കടബാധ്യതകൾ മാറുമെന്ന് മാത്രമല്ല, പുതിയ ഭവനം നിർമ്മിക്കുവാൻ, അതുപോലെ വാഹനം വാങ്ങുവാൻ, ആഭരണാദികളൊക്കെ വാങ്ങുവാനുള്ള ഒരു ഭാഗ്യം കൂടി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അടുത്തത് മകരക്കൂറിലെ തിരുവോണം, അവിട്ടം, പകുതി നക്ഷത്രങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ആ നക്ഷത്രങ്ങൾക്ക് 2026 എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വർഷമായി മാറും. കാരണം കടബാധ്യത പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന ഒരു വർഷമാണ് 2026. കാരണം മകരം രാശിയിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ എന്നിവർ സംഗമിക്കുന്ന 2026 ജനുവരി മാസത്തിൽ നിന്ന് വളരെ സാമ്പത്തികമായ ഒരു ഉയർച്ച തന്നെയാണ് ഈ നക്ഷത്രങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. തൊഴിൽപരമായ പുരോഗതി, കടബാധ്യതകളുടെ ഒഴിഞ്ഞുപോകൽ തുടങ്ങിയവ വളരെ ആത്മസംതൃപ്തിയോട് അനുഭവിക്കുവാൻ കഴിയുന്ന 2 നക്ഷത്രജാതരാണിവർ. തീർച്ചയായിട്ടും അനുകൂലമായിരിക്കുന്ന ഒട്ടനവധി ഗുണങ്ങൾ ഈ 2 നക്ഷത്രങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. 2026 ഒരിക്കൽ പോലും മറക്കാൻ കഴിയാത്തൊരു വർഷമാകും ഈ 2 നക്ഷത്രങ്ങൾക്ക്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാരിൽ അത് സഫലമാവുക തന്നെ ചെയ്യും. അതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയും. അവിടെ തന്നെ ജോലി സമ്പാദിക്കുവാൻ കഴിയും. അതിലൂടെ ധാരാളം ധനമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ആ ധനത്തിൻ്റെ അവസ്ഥയിൽ 2026 തന്നെ ബാധ്യതകൾ ഒഴിവാക്കാനുള്ള വ്യവസ്ഥിതികൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2026 എന്ന് പറയുന്ന വർഷത്തെ തിരുവോണം, അവിട്ടം, പകുതി നക്ഷത്രക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വർഷമാകുമെന്നുള്ളത്. തീർച്ചയായിട്ടും സൂര്യൻ, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ നക്ഷത്രങ്ങളുടെ യോജിപ്പ് ഈ രാശിയിലെ, അതായത് മകരക്കൂറുകാരായിരിക്കുന്ന തിരുവോണം, അവിട്ടം, പകുതി നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യദായകമായ അനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചതയം, ചോതി, തിരുവാതിര തുടങ്ങിയ നക്ഷത്രങ്ങൾക്കും 2026 വളരെ അനുകൂലമായിരിക്കുന്നൊരു വർഷമാണ്. കാരണം ഈ പറഞ്ഞ രാശികളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളാണിവ. ഇവയുടെ അനുഭവ ഭാഗ്യം നന്നായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രത്യേകം പറയുന്നത്, രാശി മാറി പറയുന്നത്. ചതയം നക്ഷത്രത്തിനും ചോതി നക്ഷത്രത്തിനും തിരുവാതിര നക്ഷത്രത്തിനും 2026 വളരെ അനുകൂലമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിരിക്കും. സൂര്യൻ്റെയും ചൊവ്വയുടെയും ശുക്രൻ്റെയും മാറ്റം ഈ നക്ഷത്രങ്ങളെ ഭംഗിയായി അനുഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും വളരെ വളരെ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. കടബാധ്യതകൾ പൂർണ്ണമായും ഒഴിഞ്ഞ് നീങ്ങുന്ന ഒരു വർഷമാണ് 2026. തീർച്ചയായും കുറേ വർഷങ്ങളായി കണ്ണുനീരിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ജീവിതമായിരുന്നിരുന്നു ഈ നക്ഷത്രക്കാർക്ക്. അത് മാറി ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു വർഷമായി 2026 വന്നു ചേരുക തന്നെ ചെയ്യും. ലോട്ടറി ഭാഗ്യം പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നറുക്കെടുപ്പുകളിൽ വിജയിക്കുക, അതുപോലെ ലോണുകൾക്ക് നൽകിയാൽ ലോൺ ലഭിക്കുക തുടങ്ങിയ ഒരുപാട് ധന സാധ്യതകളുള്ള ഒരു വർഷമാണ് 2026. അതുപോലെ തന്നെ ഋണമോചക അങ്കാരക സ്തോത്രം ജപിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുളിച്ച് ശുദ്ധിയായി ഈ സ്തോത്രം ജപിക്കുന്നത് കടങ്ങളൊക്കെ മാറുന്നതിനുള്ള ഭാഗ്യത്തെ തരുന്നതാണ്. ചൊവ്വാഗ്രഹമാണ് കടങ്ങളുടെയും വസ്തുവകകളുടെയും കാരകൻ. അതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ ഈ സ്തോത്രം ജപിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഋണമോചന അങ്കാരക സ്തോത്രം. അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർ ചൊവ്വാഴ്ച വ്രതം ആചരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഗണപതി ഹോമം നടത്തുന്നതും അനുകൂലമാണ്. ധനാഗമനത്തിന്
മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേര സമയത്ത് വിളക്ക് കൊളുത്തി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് കടബാധ്യതകൾ ഒഴിയുന്നതിന് അനുഗ്രഹീതമാണ്. സാമ്പത്തിക പ്രതിസന്ധി മാറാൻ ശ്രീ ശങ്കരാചാര്യർ രചിച്ച കനകധാര സ്തോത്രം ജപിക്കുന്നതും കടബാധ്യതകൾ ഒഴിഞ്ഞ് മാറുന്നതിന് ഭാഗ്യം നൽകുന്നതാണ്. ശങ്കരാചാര്യരുടെ കനകധാര സ്തോത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രഭാതങ്ങളിലും 7:30 നാഴിക വെളുപ്പുള്ളപ്പോൾ ജപിച്ചാൽ ധനം നമുക്ക് നെല്ലിക്ക പോലെ, സ്വർണ്ണ നെല്ലിക്ക പോലെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതാണ് കനകധാര സ്തോത്രത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ഉപ്പും മഞ്ഞളും വാങ്ങുന്നത് ഐശ്വര്യദായകമാണ്. അതുപോലെ തന്നെ എള്ളുതിരി ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ സമർപ്പിച്ച് കൊളുത്തുന്നത് നല്ലതാണ്. ശനിയാഴ്ചകളിൽ കാക്കകൾക്കും എറുമ്പുകൾക്കും ഭക്ഷണം നൽകുന്നതും കടബാധ്യതകളിൽ നിന്ന് ഒഴിയുന്നതിന് അനുകൂലമാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കടബാധ്യതകൾ മാറുന്നതിന് അനുകൂലമാണ്. അതുപോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരവും വെള്ളവും നൽകുന്നത് കടബാധ്യതകൾ മാത്രമല്ല, ജീവിതത്തിൽ സർവ്വ സമ്പൽ സമൃദ്ധിക്കും കാരണമാകും. തീർച്ചയായും 2026 ഇപ്പറഞ്ഞ കാര്യങ്ങൾ വ്യക്തവും ശക്തവുമായി ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്താൽ നമ്മൾ പറഞ്ഞ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കും രാശിയിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എത്തുക തന്നെ ചെയ്യും. അതായത് ചൊവ്വയുടെയും ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം ഭാഗ്യമായിട്ടാണ് വന്ന് ഭവിക്കുന്നത്. ഏറ്റവും അനുകൂലമായിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ പറഞ്ഞ ഈ നക്ഷത്ര ജാതർക്ക് 2026 വന്ന് ഭവിക്കുന്നത്. എല്ലാ നന്മകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.